ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ മോഹൻലാൽ ദില്ലിയിലുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ദില്ലിയിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ, ഉർവശി ഉൾപ്പെടെയുള്ളവരും ദേശീയ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. നോബൽ ബാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്നും. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. ഇന്നിപ്പോ പുരസ്കാര നിറവിലാണ് തലസ്ഥാനം. മലയാളത്തിൽ 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം നേടി നമ്മുടെ ലാലേട്ടനും ഇന്നിപ്പോൾ ദില്ലിയിലുണ്ട്. വൈകുന്നേരം 4 മണിക്കാണ് ചടങ്ങെന്ന് തോന്നുന്നു. ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായെന്ന് അറിയുന്നു. നമ്മുടെ എല്ലാ താരങ്ങളും ദില്ലിയിൽ എത്തിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺ, വെരി ഗുഡ് മോർണിംഗ്. മലയാളത്തിൽ നിന്ന് അഭിമാന ദിവസമാണ്. കാരണം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വിഗ്യാൻ ഭവനിൽ ഏറ്റുവാങ്ങും. വിഗ്യാൻ ഭവനിൽ ഏറെക്കുറെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. ഇനിയിപ്പോൾ 4 മണിക്ക് ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് താരങ്ങളെല്ലാവരും ഇങ്ങോട്ട് എത്തും. അതിനുള്ള മുൻപുള്ള റിഹേഴ്സൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ പൂർത്തിയായതാണ്. മലയാളത്തിന് പ്രധാനപ്പെട്ട പല പുരസ്കാരങ്ങളും ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവൻ ഉണ്ട്. അതോടൊപ്പം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉൾരുക്കിലൂടെ ഉർവശി നേടിയിട്ടുണ്ട്. അത്തരത്തിൽ മലയാളത്തിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, ഒപ്പം മികച്ച സിനിമ എഡിറ്റർക്കുള്ള പുരസ്കാരം മിഥുൻ മുരളി നേടിയിട്ടുണ്ട്. ഈ ആളുകളൊക്കെ നമ്മോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. വലിയ സന്തോഷത്തിലാണ് അവരൊക്കെ ഉള്ളത്. അവരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ദില്ലിയിൽ ഇന്നലെ തന്നെ എത്തി. മോഹൻലാൽ ആണെങ്കിൽ ഇന്നലെ വൈകിട്ടാണ് ദില്ലിയിൽ എത്തിയത്. വലിയ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്താണെങ്കിലും വലിയ നിമിഷങ്ങളാണ് ഇന്നിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അടൂർ ഗോപാലിന് ശേഷം മലയാളത്തിലേക്ക് മോഹൻലാലിലൂടെ എത്തുന്നു. അത്തരത്തിൽ വലിയ നേട്ടങ്ങൾ മലയാള സിനിമ കൈവരിക്കുന്നു. അതിനൊക്കെ സാക്ഷിയാൻ ദില്ലി എന്താണെങ്കിലും ഒരുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷാറൂഖ് ഖാൻ മികച്ച നടനും അതോടൊപ്പം തന്നെ റാണി മുഖർജി മികച്ച നടിയുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ട് ഒപ്പം സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉച്ചയോടെ ഇങ്ങോട്ട്, ഇപ്പോൾ നിലവിൽ എല്ലാവരും ഹോട്ടലിലാണ് ഉള്ളത്. ദേശീയ പുരസ്കാരം നൽകുന്ന ഈ വിഗ്യാൻ ഭവൻ സജീവമാകും. ആ ഘട്ടത്തിൽ നമുക്ക് എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ കഴിയുന്നതാണ് അരുൺ. എന്താണെങ്കിലും വലിയ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ടാണ് എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, നമ്മളും കാത്തിരിക്കുന്നു. നമ്മളോട് വിജയരാഘവൻ, താങ്ക് യു നോബൽ. വിജയരാഘവൻ ഇന്നലെ സംസാരിച്ചിരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരം പിതാവിനും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നുവെന്നാണ് നടൻ വിജയരാഘവൻ പറഞ്ഞത്. നടൻ എന്ന നിലയിൽ രാജ്യം അംഗീകരിച്ചിരിക്കുന്നത് വലിയ സന്തോഷമാണെന്നും